പണ്ടുകാലത്ത് ഇന്ത്യയെ അടിച്ചമർത്തി കാൽക്കീഴിലിട്ട രാജ്യങ്ങൾ ഒന്നൊന്നായി ഇന്ത്യക്ക് മുന്നിൽ തല കുനിക്കുകയാണ് ഇപ്പോൾ. അടിമത്തത്തിൽ നിന്നും അധികാരത്തിലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോൾ നേതാക്കൾ ഇന്ത്യയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ക്യൂ നിൽക്കുകയാണെന്ന് വേണം പറയാൻ. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ ഇപ്പോൾ ഇന്ത്യയുമായി സഹകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. അത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കരുത്തുറ്റ വിജയമാണ്. ശക്തമായ ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ അടിത്തറയായി പങ്കിട്ട ധാർമ്മിക മൂല്യങ്ങളും വികസന ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടി ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ AI ഓൺലൈൻ സുരക്ഷാ മന്ത്രി കനിഷ്ക നാരായണൻ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ANIയോട് സംസാരിക്കവേ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായി നാരായൺ വിശേഷിപ്പിച്ചു. ഉച്ചകോടി വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൃത്രിമ ബുദ്ധിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ ആഗോള ഒത്തുചേരലിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി. ഡിജിറ്റൽ മേഖലയിലെ UK ഇന്ത്യ ബന്ധം പരസ്പര ധാരണയിലും യോജിച്ച തന്ത്രപരമായ മുൻഗണനകളിലും അധിഷ്ഠിതമാണെന്ന് നാരായൺ ഊന്നി പറഞ്ഞു. AI നിയന്ത്രണത്തിലും ഉത്തരവാദിത്ത വിന്യാസത്തിലും ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന സമാന്തര പാതകൾ അദ്ദേഹം എടുത്തു കാണിച്ചു. UKയും ഇന്ത്യയും പൊതുവായ മൂല്യങ്ങളും AI പാതയും പങ്കിടുന്നു. സാങ്കേതിക വിദ്യയുടെ പരിണാമത്തോടുള്ള അവരുടെ സമീപനങ്ങളിലെ വ്യക്തമായ സിനർജിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. കാരണം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വ്യക്തിപരമായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാരായൺ പറഞ്ഞു. പൊതു തത്വങ്ങളാലും ഭരണത്തിലും നവീകരണത്തിലും സംയുക്ത പുരോഗതിയുടെ ആവശ്യകതയായും നയിക്കപ്പെടുന്ന AIയിൽ UK ഇന്ത്യ സഹകരണത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആക്കം അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ലോകമെമ്പാടുമുള്ള സർക്കാർ നയരൂപീകരണക്കാർ, വ്യവസായ AI വിദഗ്ധർ, അക്കാദമീഷ്യന്മാർ, സാങ്കേതിക നവീകരണക്കാർ, സിവിൽ സൊസൈറ്റി പ്രതിനിധികൾ എന്നിവരെ ന്യൂഡൽഹിയിൽ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവന്നു. ഗ്ലോബൽ സൗത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ആഗോള AI ഒത്തുചേരൽ എന്ന നിലയിൽ ഈ ഉച്ചകോടി AIയുടെ പരിവർത്തന സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നു. അതേസമയം ഇന്ത്യയുടെ ദേശീയ ദർശനമായ സർവജന ഹിതായ സർവജന സുഖായ, അതായത് എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും സന്തോഷവും മാനവികതയ്ക്ക് AI എന്ന വിശാലമായ ആഗോള തത്വത്തിനും അനുസൃതമായി AI ഭരണം, സുരക്ഷ, അതിന്റെ വിശാലമായ സാമൂഹിക സ്വാധീനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ അന്താരാഷ്ട്രത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.